രാജേന്ദ്രൻ, ഈ ഹൈന്ദവ മതത്തിൻ്റെ ആചാരങ്ങളിൽ കയറി കൈവയ്ക്കാനായിട്ട് ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ വലിയ താല്പര്യമാണ്. ചാഞ്ഞുകിടക്കുന്ന മരമാകുമ്പോൾ ഓടിക്കയറാൻ എളുപ്പമാണല്ലോ എന്ന് പറയുന്നൊരവസ്ഥയാണ്. എന്നാൽ ഇത് ആവേശം ക്രൈസ്തവരിലേക്കോ ഇസ്ലാം മതത്തിൻ്റെയോ നേരെ ചെല്ലുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം 2018 ശബരിമല യുവതീ പ്രവേശം, അതിലൂടെ നവോത്ഥാന നായകനാകാൻ ശ്രമിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇപ്പോൾ ദാ അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് ഷർട്ട് ഊരി പോകുന്നവരെ ഷർട്ട് ഇട്ടുകൊണ്ട് പോകാനായിട്ട് വിളിക്കുകയാണ്. ഇതും നവോത്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റാനാണ്. നവോത്ഥാനത്തിൻ്റെ കാഹളം ഒരു നാളായിട്ട് സ്വയം ചമയുകയാണ് പിണറായി വിജയൻ. ചിരിക്കാനാണ് തോന്നുക. ഇത് സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളിത് പറയുമ്പോൾ ചേകന്നൂർ മൗലവിയെപ്പോലെ നിങ്ങളുടെ തല കഴുത്തിൽ തന്നെ ഇരിക്കുന്ന അതാണ് സനാതനധർമ്മം. അത് മനസ്സിലാക്കണം. നിങ്ങൾ മാത്രമല്ല, രാജാറാം മോഹൻ റായ്, ദയാനന്ദ സരസ്വതി തൊട്ട് ആനി ബസന്റ് മുതൽ എത്രയോ പേർ പരിഷ്കരിച്ചു ഈ മതത്തെ. ആരുടെയും തല പോയിട്ടില്ല. അവരെ ഇന്ന് നമ്മൾ ആദരിക്കുന്നു, അവരെ നമ്മൾ ആരാധിക്കുന്നു. അതാണ് സനാതനധർമ്മമെന്ന് പറയുന്നത്. പിണറായി വിജയൻ മനസ്സിലാക്കൂ. താങ്കൾ ആ ശബരിമലയിൽ കൊണ്ടുവന്ന പരിഷ്കാരത്തിന് ശേഷവും സുരക്ഷിതമായിട്ട് താങ്കൾക്ക് മാത്രമേ ഉള്ളൂ സുരക്ഷിത ബോധമില്ലായ്മ, സഞ്ചരിക്കാൻ കഴിയുന്നു. അതാണ് സനാതനധർമ്മത്തിൻ്റെ ബോധരശ്മികൾ. അത് താങ്കൾ മനസ്സിലാക്കും. ചേകന്നൂർ മൗലവിയുടെ ചെറിയ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് അവിടെ അങ്കമാലിയിൽ നടക്കുന്ന വലിയ ഘോരമായ സംവാദം. കുർബാന ഈശ്വരാഭിമുഖമായി വേണോ ദൈവാഭിമുഖമായി വേണോ? ഏതിന് അഭിമുഖമായി വന്നാൽ എന്ത്, മനുഷ്യന് ഗുണമായി വരണമെന്നല്ലേ ഉള്ളൂ. നാരായണ ഗുരു പറഞ്ഞതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ പോരെ. ആ കാഴ്ചയാണ് സനാതനധർമ്മം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ശിവഗിരിയിൽ ഇതൊരു വലിയ പ്രശ്നമായപ്പോഴും എനിക്ക് ചിരി തോന്നുന്നു. എന്തിനാണ് ഈ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തിരിക്കുന്ന സ്വാമി സച്ചിദാനന്ദ ഇതൊക്കെ അവിടെ പറയാൻ പോകുന്നത്? ഇതൊക്കെയാണോ ശ്രീനാരായണ ഗുരുവും? അവർക്കൊക്കെ ഇതറിയാൻ വയ്യാത്തല്ലോ. ശ്രീനാരായണ ഗുരു ഇതാണോ പറഞ്ഞിരുന്നത്? നടരാജഗുരു ഇതായിരുന്നോ ഗവേഷണം ചെയ്തത്? അതുപോലെ തന്നെ ഫേൺ ഹിൽസിൽ താമസിച്ചിരുന്ന സ്വാമി നിത്യ ചൈതന്യയതി ഇതിനെക്കുറിച്ചാണോ സംവാദം നടത്തിയിരുന്നത്? വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളല്ല ഈ ആത്മീയ സംഘം അവരുടെ അത്യുന്നത ഗൗരി ശങ്കര ശിഖരമായ ശിവഗിരി കുന്നിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടത്. ബാക്കി എന്തെല്ലാം സനാതനധർമ്മത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യൂ. അതെന്താണെന്ന് ജനങ്ങളെ, പിണറായി വിജയനെ പോലുള്ളവരെ പഠിപ്പിക്കൂ. അതിന് ക്ഷേത്ര ഷർട്ട് ഇട്ടുകൊണ്ട് പോകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു. താങ്കൾ ഒന്ന് മനസ്സിലാക്കൂ. താങ്കൾ ഷർട്ട് ഇട്ടിട്ടുണ്ടോ? ധരിച്ചിരിക്കുന്നത് എന്താണ്? കാഷായ വസ്ത്രം. താങ്കൾ പോപ്പിളിൻ ഷർട്ട് വിട്ടാണോ അവിടെ വന്നിരിക്കുന്നത്? ഇപ്പോൾ നോക്കൂ, ഷർട്ടെന്ന് പറയുന്ന ഒരു ആഡംബര വസ്തുവായിട്ട് മാറിയിരിക്കുക. ഷർട്ടെന്ന് പറയുന്ന ഇന്ന് നഗ്നത മറയ്ക്കാനുള്ള ഒന്നല്ല, പിന്നെ ഷോ കാണിക്കാനുള്ള ഒന്നാണ്. ബ്രാൻഡഡ് ഷർട്ടുകൾ 10,000 രൂപ, 1,00,000 രൂപ, അതിനും അപ്പുറമുള്ള തുകയ്ക്കുള്ള പളപളപ്പൻ ഷർട്ടുകൾ ഇട്ടുകൊണ്ട് അമ്പലത്തിൽ വരുന്നത് പറയുന്നത് ഇതൊരു ക്രൂരകൃത്യമാണ്. അത് വാങ്ങിക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ടവൻ്റെ നേരെയുള്ള കോക്രി കാണിക്കലല്ലേ അത്? ആ ഷോകളാണോ അവിടെ കാണിക്കേണ്ടത്? എങ്കിൽ പിന്നെ ആകൂ, നിങ്ങൾ ചെരുപ്പ് ഇട്ടുകൊണ്ടുവരൂ, ഷൂ ഇട്ടുകൊണ്ടുവരൂ, ഒരു ബർമുടയും ഇട്ടുകൊണ്ടുവരൂ, അല്ലെങ്കിൽ ബിക്കിനികൾ വിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ വരും. എന്തേ പറ്റുന്നില്ല? അത് പരിഷ്കാരത്തിൻ്റെ ഭാഗമായിക്കൂടെ? കുളത്തിലൊക്കെ പോകുന്ന പോലെ എന്തുകൊണ്ട് വന്നുകൂടാ? അങ്ങനെയും ചിന്തിച്ചുകൂടെ? അത് പരിഷ്കാരം. അപ്പോൾ നമുക്ക് 100 വർഷത്തിന് അപ്പുറം പോകാമല്ലോ. ഷർട്ട് ഇടാതെ പോകുന്ന 100 വർഷത്തിന് പിന്നിലാണെന്ന് അദ്ദേഹം പറയുന്നത്. നോക്കൂ, നമ്മുടെ എം പി അപ്പൻ എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു ഇവിടെ വഴുതക്കാട്. എം പി അപ്പൻ റോഡുണ്ട്. ആ മനുഷ്യൻ, ആ മഹാകവി ചെറിയ മനുഷ്യനാണ്, പക്ഷെ വലിയ കവിയാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഈ റോഡുകളിലൂടെ ചെരുപ്പിടാതെ നടന്നു? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതേ സമുദായപരമായിട്ട് ഇതേ സമുദായത്തിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെരുപ്പിട്ട് നടക്കുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള ഊർജം നമ്മുടെ കാലുകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുകയില്ല. അതിനുവേണ്ടിയാണ് ചെരുപ്പിടാതെ ഈ പാതകളിലൂടെ ഇപ്പോഴും ഞാൻ നടക്കുന്നതെന്ന്. ഭൂമിയുടെ ഊർജം അതാണ് ഫിസിക്സും സമ്മതിക്കുന്നുണ്ട്, കാന്തിക ബലം. ആ കാന്തിക ബലം ഉൾക്കൊള്ളുന്നത് ശരിയാണെന്ന് എന്നോടൊരു ആയുർവേദ ഡോക്ടർ, ആയുർവേദമാണ് അലോപ്പതി അല്ല, പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രഷർ നോർമലാക്കാൻ നിങ്ങൾ മ്യൂസിയത്തിൽ കൂടി ഒരു 3 റൗണ്ട് ചെരുപ്പിടാതെ നടക്കും. പക്ഷെ പരിഷ്കാരികളല്ല. ഞാൻ ചെരുപ്പിടാതെ നടക്കുക, ഇവന് ചെരുപ്പ് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് വിചാരിക്കും. ഇതാണ് മഹാത്മാഗാന്ധി ഷർട്ട് ഇട്ടുകൊണ്ടാണോ നടന്നിരുന്നത്?
എന്തുകൊണ്ടാണത്? മഹാത്മാഗാന്ധി 100 വർഷം മുമ്പോട്ട് പോകുമായിരുന്നു ഷർട്ടിട്ടതുകൊണ്ട്. ആ മഹാമനുഷ്യനായ മഹാത്മാഗാന്ധി ഇനിയൊരു സംവത്സരം കഴിഞ്ഞാലും ഇനിയൊരു സഹസ്രാബ്ദം കഴിഞ്ഞാലും മുന്നോട്ട് തന്നെ പുരോഗമന ചിന്തയുടെ സനാതനധർമ്മമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. ഈ മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്നു എന്ന് പറയുന്നവരുണ്ടല്ലോ, മനസ്സിലാക്കേണ്ട കാര്യം, സനാതനധർമ്മത്തെ അപലപിക്കുമ്പോൾ അവിടെ ഉദയനിധി ആയാലും ഇവിടെ പിണറായി വിജയനായാലും നിങ്ങൾ അപലപിക്കുന്നത് മഹാത്മാഗാന്ധിയെ കൂടിയാണ്. അത് സ്വയം മനസ്സിലാക്കൂ, വിവരമില്ലാതെ പറയാതെ. പിന്നെ നിങ്ങൾക്ക് ഷർട്ടിട്ട് കൊണ്ടുപോകണോ? അതിന് എത്രയോ ലക്ഷം ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുടനീളമുണ്ട്, കേരളത്തിലുടനീളമുണ്ട്. അങ്ങനെയും പോകാൻ നിങ്ങൾക്ക്. ഷർട്ടൂരിക്കൊണ്ട് അങ്ങോട്ട് പോകുന്ന ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നിങ്ങൾ ബീച്ചുകളിൽ കിടന്ന് മഴ നൃത്തമാടുമ്പോൾ നിങ്ങൾക്ക് എന്തേ ഷർട്ട് വേണ്ടാത്തത്? അതും പരിഷ്കാരത്തിൻ്റെ ഭാഗമല്ലേ? മയോ ബീച്ചിലൊക്കെ പോയിട്ട് നിങ്ങൾ അവിടെ കിടക്കുമ്പോൾ നൂൽബന്ധമില്ലാതല്ലേ കിടക്കുന്നത്? അതും പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പാശ്ചാത്യ മനുഷ്യകൾ കണക്കാക്കുന്നത്. നമ്മുടെ ഗോവയിലുണ്ടല്ലോ, കോവളത്തുമുണ്ടല്ലോ ഇവിടെ ആൾ, അത് സൂര്യപ്രകാശം ഏൽക്കാൻ വേണ്ടിയാണ്. ക്ഷേത്രത്തിൽ ഈ ഷർട്ട് ധരിക്കാതെ ചെല്ലുമ്പോൾ ഒരു ഊർജം നമ്മളിലേക്ക്. തീർച്ചയായിട്ടും നമ്മുടെ കേരളീയ ക്ഷേത്രങ്ങളുടെ വാസ്തുശില്പം കണിപ്പയ്യറിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഊർജം പ്രസരിക്കുന്ന രീതി. വിജയനാഥ് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ വിജയനാഥനും അത് അനുഭവപ്പെട്ട് കാണും. നമുക്ക് അവിടെ ഒരു ഫാനുമില്ല, AC യിലൊന്നുമില്ല. പക്ഷേ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ, പ്രദക്ഷിണ വഴികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യം എനിക്ക് തെളിവായി പറയാൻ കഴിയും. അവിടെ ഒരു ഊർജ പ്രസരം ഉണ്ടാകുന്നുണ്ട്, മനസ്സിന് ശാന്തി കിട്ടുന്നുണ്ട്. അസ്വസ്ഥമായ മനസ്സോടുകൂടി പോകുമ്പോൾ എന്താണ്ടാണെന്ന് എനിക്ക് പറയാനുള്ള ശാസ്ത്രജ്ഞാനമില്ല, പക്ഷേ ഒരു ശാന്തി കിട്ടുന്നുണ്ട്. അത് ഞാൻ ഉടുപ്പിട്ട് വിയർത്ത് നാറിയ ഒരു ഷർട്ടുമായിട്ട് പോകുമ്പോൾ അത് കിട്ടാറില്ല. ഈ വിയർത്തു നാറിയ ഷർട്ട് ശരീരത്തിൽ സ്റ്റാറ്റിക് എനർജി. അപ്പോൾ പലരും ചോദിക്കാം, സ്ത്രീകളപ്പം വസ്ത്രം ധരിച്ചിരിക്കുകയല്ലേ? സ്ത്രീകൾ അവർക്ക് ഊർജം ലഭിക്കുന്നത് മറ്റ് ഇടങ്ങളിലേക്കാണെന്നാണ് പറയുന്നത്. പറയാല്ല, ചെരുപ്പിടാതാണല്ലോ അവരും പോകുന്നത്. കാലിൽ കൂടിയുള്ള ഊർജ്ജം പ്രസരിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വസ്ത്രത്തിന് പണ്ട് അതിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, ചുരിദാർ ഇട്ടുകൊണ്ട് പോകണ്ട. അതിപ്പോൾ അതൊക്കെ മാറ്റി വരുന്നുണ്ട്. ഈ മാറ്റി വരുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഊർജ്ജം കൂടുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ സ്ത്രീകൾ പോകുമ്പോൾ പണ്ടത്തെ ചിട്ടപ്രകാരം പോകുന്ന വസ്ത്രങ്ങളെന്ന് പറഞ്ഞാൽ തനി കോട്ടൺ വസ്ത്രങ്ങൾ, അത് വ്യക്തമായ രീതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ കൽപ്പന ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു. ഊർജം പ്രസരിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സ്ത്രീ അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു അനുഭവം പറയാൻ പറ്റുകയില്ല. പക്ഷേ ലളിതമായിട്ടുള്ള വസ്ത്രങ്ങൾ, കാറ്റ് കയറുന്ന വസ്ത്രങ്ങളൊക്കെ തന്നെയാണ് അവരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ രണ്ടിൻ്റെയും അനാട്ടമി തമ്മിൽ വ്യത്യാസമുള്ളത്, അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അനാട്ടമിയിൽ വ്യത്യാസമുണ്ട്. വസ്ത്രധാരണത്തിലും അതിലുള്ള വ്യത്യാസങ്ങൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ അതാണ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ വേണ്ടതെന്നുള്ളതുകൊണ്ട് അത് പരിഹരിക്കപ്പെടണം. ശരീരഘടനയെ മറച്ചു വെച്ചുകൊണ്ട്. അപ്പോൾ ഈ ശിവഗിരി മഠാധിപതി പറഞ്ഞതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ അതിനെ പിന്താങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് കൂടുതൽ ചർച്ചയിലേക്ക് മാറിയത്. അപ്പോൾ ഇത് മനഃപൂർവ്വമുള്ള ഒരു കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചയ്ക്ക് എടുത്തിട്ടതാണോ? അല്ല, അതിൻ്റെ ഡെപ്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ നടരാജഗുരുവിനോ അല്ലെങ്കിൽ അവിടെയുള്ള ചൈതന്യയോ പറ്റുമോ? എത്ര സ്വാമിമാർ, മുനിനാരായണ പ്രസാദ് ഒരിക്കലും ഇദ്ദേഹം പറയില്ല അങ്ങനെ. കാരണം ആധ്യാത്മിക ചിന്തയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ പോകുമ്പോൾ ഇതുപോലുള്ള വളരെ ഉപരിപ്ലവമായ കാര്യങ്ങൾ അവർക്ക് അചിന്ത്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം പാഴാക്കാനില്ല അവർക്ക്, ഊർജം പാഴാക്കാനില്ല അവർക്ക്. അതാണ് വസ്തുത. ഇവിടെ അതൊന്നും ഇല്ലാതെ ചുമ്മാതെ ഉപരിപ്ലവമായിട്ടുള്ള സാധാരണക്കാരൻ നമുക്കും ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതല്ല നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവരെയും ഈ സന്യാസിമാരെയും നമുക്ക് തിരിച്ച് അങ്ങോട്ട് ചോദിക്കേണ്ടി വരുമല്ലോ, നിങ്ങൾ എന്താണ് ഷർട്ട് ഇടാതെ? പറഞ്ഞല്ലോ, വെളിയം ഭാർഗവൻ ഒരിക്കൽ പറഞ്ഞു. ഇപ്പോഴല്ല, ശിവരിക്കുന്നിൻ്റെ പ്രതാപകാലത്ത് അദ്ദേഹം അവിടെ സന്യാസിയാവാൻ വേണ്ടി പോയിരുന്നു, ആശ്രമ ജീവിതം നയിക്കാൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അത് പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ കണ്ടതെന്താ? അവർ ഈ ജാത്യാചാരങ്ങൾക്ക് എതിരെ തുടങ്ങിയ പ്രസ്ഥാനം അവിടെ ജാതി വിവേചനം കാണിക്കുന്നു. നേരിട്ട് എതിർത്ത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആശ്രമ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പിണങ്ങിപ്പോയത്. ആത്മകഥ എടുത്ത് വായിച്ചു നോക്കൂ, വെളിയൻ ഭാർഗവൻ്റെ. CPI പറയട്ടെ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അവിടെ നിന്ന് പിണങ്ങിപ്പോന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും നിത്യചൈതന്യതി അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും വിമർശിച്ചിട്ടുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. വിമർശന ബുദ്ധിയെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്തിനാ പിന്നെ നിങ്ങൾ ഈ 100 വർഷം മുന്നോട്ട് പോകാൻ വേണ്ടിയാണോ ഗോകുലം ഗോപാലിനെയും വെള്ളാപ്പള്ളി നരസിനെയൊക്കെ വിളിക്കുന്ന ആധ്യാത്മിക ഗുരുക്കളാണോ അവർ? പിണറായി വിജയൻ ആധ്യാത്മിക ഗുരുവാണോ? നിങ്ങൾ എന്തിനേയും മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ വിളിച്ചു വെച്ചിട്ട് ആധ്യാത്മിക ദർശനം നമ്മൾ നടത്താറുണ്ടല്ലോ, ചെറുകോൽപ്പുഴ കൺവെൻഷൻ. അവിടെയും രാഷ്ട്രീയക്കാരെ വിളിക്കാറുണ്ട്. ഇതിൽ നല്ല ഉഗ്രതമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള പ്രഭാഷണങ്ങൾ, ആഴത്തിലുള്ള പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതാണ്. തന്നെ സാധാരണക്കാരായ ധാരാളം ആളുകൾക്കും ഇപ്പോൾ ഈ ആത്മീയമായ വിഷയങ്ങളിൽ നമ്മളെക്കാൾ, പത്രപ്രവർത്തകരെക്കാൾ അഗാധമായിട്ടുള്ള ജ്ഞാനം
കൈവരിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് വഴിയായാലും ഏത് വഴിയായാലും ശരി. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ചെരുപ്പിട്ടുകൊണ്ട് പോവുക എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ ഉടുപ്പിട്ടുകൊണ്ട് പോകുന്നത് ഒരു കുറ്റമല്ല, ഉടുപ്പില്ലാതെ പോകുന്നത് ഒരു കുറ്റമല്ല. അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് പോട്ടെ. ഇപ്പം അത് ഒരു നമ്മുടെ ഇപ്പം ശബരിമലയിൽ ഷർട്ടിട്ട് അതെ പ്രവേശിക്കുന്നു. അതൊരു കാനന ക്ഷേത്രമാണ്. അവിടുത്തെ ഒരു കാനന രീതിയിലാണ് അവിടെ മുഴുവൻ പ്രവർത്തിക്കുന്നത്. അത് അത്രയേ ഉള്ളൂ. അതിന് ഇപ്പോൾ നമ്മുടെ ഈ മുസ്ലിം മസ്ജിദുകൾ അവർ അറബിയിലാണ് പ്രാർത്ഥന നടത്തുന്നത്, മലയാളത്തിലല്ല. അതൊരു വിഷയമാക്കാൻ നമുക്ക് പറ്റുമോ? അവർ കാല് കഴുകിയിട്ടാണ്. അതാണ് നമുക്കറിയേണ്ടത്. എന്തുകൊണ്ട് ആ വിഷയത്തിലേക്ക് പേടി തൊട്ട പൊള്ളുമെന്നറിയാം. അതുകൊണ്ട് ഇതാവുമ്പോൾ വഴിയരിയിലെ ചെണ്ടയാണ്, എല്ലാവർക്കും ഇട്ട് കൊട്ടിയാൽ നല്ല വീക്ക് ചെണ്ടയാണെങ്കിൽ അത് വെച്ച് നല്ല ശബ്ദവും കേൾക്കും. നല്ല ശബ്ദം ഉണ്ടാക്കാൻ മറ്റടുത്ത് ശബ്ദമല്ല കേൾക്കുക, അതിൻ്റെ അനുഭവമായിരിക്കും വരുന്നത്. അത് പേടി. അപ്പോൾ ഇവിടെ ഒന്ന് ഒന്ന് മസിൽ പിടിക്കാം എന്നുള്ള ഉദ്ദേശത്തേക്ക് കൂടി നടത്തുന്ന വളരെ ചീപ്പായിട്ടുള്ള വില കുറഞ്ഞ പ്രസ്താവനകളാണ്. ഇതൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്യുക. ഇപ്പം സുകുമാരൻ നായർ പറഞ്ഞ പോലെ ഇതിനോടൊന്നും പ്രതികരിക്കാൻ പോകാതിരിക്കുന്നത് തന്നെ നല്ലത്. ഇതൊന്നും മാറാനും പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.